റിവിറ്റ് MEP മലയാളത്തിൻ്റെ 36ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമുക്കൊരു ഡ്രോയിങ് എങ്ങനെ കൃത്യമായിട്ട് വരച്ചെടുക്കാം. അതായത് വോൾ ഇപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഈ വീഡിയോ വളരെ സിമ്പിളായിട്ട് തോന്നും. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു വോളിനകത്ത് എക്സ്റ്റീരിയൽ മെറ്റീരിയലും അതുപോലെ തന്നെ ഇൻറ്റീരിയൽ മെറ്റീരിയലും ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തപ്പോഴേക്കും ചില ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ഭാഗത്ത് ഇൻറ്റീരിയൽ പോർഷൻ എക്സ്റ്റീരിയലിൽ വന്നിരിക്കുകയാണ്, എന്നാൽ എക്സ്റ്റീരിയൽ പോർഷൻ ഇൻറ്റീരിയലിൽ വന്നിരിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതെങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വരയ്ക്കാം, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലെവൽ 1 പോവുകയാണ്. അതിനുശേഷം ഈ ഒരു പ്ലാനിൻ്റെ കോപ്പി എടുക്കാൻ പോകും. ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനെ എഡിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു കോപ്പി. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ കോപ്പി എടുക്കുകയാണ്. കോപ്പി എടുക്കുമ്പോൾ ഇത് സെലക്ട് ആയി കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൻ്റെ അതേ കോപ്പി ഇതിലേക്ക് വന്നു. നമുക്ക് ഇതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. 3D വ്യൂ എടുക്കുമ്പം സെയിം ഒരു കോപ്പി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഫിൽറ്ററിലേക്ക് പോകണം. ഫിൽറ്ററിലേക്ക് പോയതിനു ശേഷം എനിക്ക് വോൾ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വാൾ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള എല്ലാം അൺടിക്ക് ചെയ്ത് ഓക്കെ എടുത്തു. ഓക്കെ എടുക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചാൽ ഈ വോള് മൊത്തത്തിൽ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം അത് ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റ് എടുത്തപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ കോളം അതുപോലെ തന്നെ മോഡൽ ലൈൻ അതുപോലെ ബാക്കിയെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ട്. വോള് മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഒന്നേന്ന് സെയിം ഒരു ഡ്രോയിങ് ചെയ്യുകയാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആർക്കിടെക്ചറിലേക്ക് വന്ന് ഇവിടെ ഒരു വോള് സെലക്ട് ചെയ്തു. വോള് നമ്മളെ സെയിം വോള് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ ലൊക്കേഷൻ ലൈനിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ആ ഒരു വീഡിയോ മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ കണ്ടാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. ഞാനിവിടെ ലൊക്കേഷൻ ലൈൻ എന്താണ് കൊടുത്തേക്കുന്നത്, ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഡെപ്ത് എന്നുള്ളത് ഹൈറ്റ് ആക്കി കൊടുത്തു. ഇവിടെ ലെവല് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലെവല് ഞാൻ 4th വരെയാണ്, 4ാമത്തെ ലെവൽ വരെയാണ് സെറ്റ് കൊടുത്തത്. പക്ഷേ ഞാൻ ഇവിടെ നോക്കുമ്പോൾ ബേസ് ഇവിടെ എടുത്തേക്കുന്ന ഗ്രൗണ്ട് 1 ആണ്. പക്ഷേ ഗ്രൗണ്ട് 1 എടുക്കുന്നില്ല, ഗ്രൗണ്ട് 2 തൊട്ടേ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് നമുക്കറിയാം. നമുക്ക് ലെവൽ 1 മുതൽ ലെവൽ 2 വരെ എന്ന് പറയുന്നത് ബേസ്മെൻറ്റ് ഏരിയ. ഓക്കെ, ഈ ബേസ്മെൻറ്റിൽ നിന്നാണ് വോള് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലെവൽ 2 മുതൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ലെവൽ 2 മുതൽ ആണ് വോള് വരയ്ക്കാൻ പോണത്. അതിനുവേണ്ടി ഇവിടെ ആർക്കിടെക്ചറിലേക്ക് വന്ന് വീണ്ടും വോള് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നോക്കിക്കോണം, നമ്മളിവിടെ എടുത്തേക്കുന്ന ഫിനിഷ് ഫേസ് ഇൻറ്റീരിയർ ആണ്. വരയ്ക്കേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് അകത്തുനിന്ന് വരയ്ക്കണം. അകത്തുനിന്ന് വരയ്ക്കുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ഈ ലൈനിലൂടെ തന്നെ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണം വരയ്ക്കേണ്ടത്. ഓക്കെ, ഇപ്പം നോക്കാം. അതല്ലാതെ ഈ ഔട്ട്സൈഡ് പോയിന്റ് എന്ന് വരച്ചിട്ട് നമുക്കിവിടെ സ്പേസ് ബാർ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഈ കറക്റ്റ് ലൈനായിട്ട് തന്നെ കിട്ടും. പക്ഷേ അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നേരെ വ്യൂയിലേക്ക് പോയി ഇവിടെ 3D എടുത്തപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കാം. ഈ എക്സ്റ്റീരിയൽ വരേണ്ട മെറ്റീരിയൽ ഇൻറ്റീരിയലിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നമുക്ക് ഇൻറ്റീരിയൽ വരേണ്ട വുഡ് മെറ്റീരിയലാണ്, വുഡ് പാറ്റേൺ ആണ്. ഇത് എക്സ്റ്റീരിയൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അപ്പോൾ അതേ മിസ്റ്റേക്ക് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ വന്നു. ഇത് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, ഇത് മനഃപൂർവ്വം വരച്ചാണ്. നിങ്ങൾക്ക് ഇതൊന്ന് ഈ രീതിയിലൊന്ന് കാണിച്ചിരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള പാർട്ടീഷൻ വാളുകൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം, അതിനെങ്ങനെ സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ ആഡ് ചെയ്യാം, മറ്റൊരു വീഡിയോയിലൂടെ നോക്കാം.